നമസ്കാരം. എഡ്യൂസോൺ ലേണിംഗ് ആപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് 2025 നടന്ന വില്ലേജ് ഫീൽഡ് ടെസ്റ്റിൻ്റെ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അതിൻ്റെ ആൻസറും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും അതിൻ്റെ ഓപ്ഷൻസിൻ്റെ എല്ലാം റിലേറ്റഡ് ഫാക്ട്സും ആ ഒരു ഏരിയകളും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. കാരണം തൊട്ട് മുമ്പ് ഇപ്പോൾ പുതിയ പാറ്റേൺ അനുസരിച്ച് 2025 തന്നെ വില്ലേജ് ഫീൽഡ് ടെസ്റ്റിന് നടന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. ആ സിലബസുമായിട്ട് തന്നെ ഏകദേശം സാമ്യമുള്ള ഒരു ചോദ്യപേപ്പറാണ്. ആ ചോദ്യപേപ്പർ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കാര്യമായി ഡിസ്കസ് ചെയ്യാം. ഒരു ക്ലാസ് കൊണ്ട് തീരില്ല, പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് എടുത്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? അത് സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ് ഏത് പുസ്തകം രചിച്ചത്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്. അതായത് KM-ന്റെ പൂർണ്ണരൂപം എന്താണ്? കാവാലം മാധവ പണിക്കർ. സർദാർ KM പണിക്കർ എന്ന് പറയുന്നത് യഥാർത്ഥ പേരെന്താണ്? കാവാലം മാധവ പണിക്കർ എന്നാണ്. അതാണ് KM കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആരാണ് സർദാർ KM പണിക്കർ? 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളിയാണ് ആര്? സർദാർ KM പണിക്കർ. ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനർനിർണയിക്കുവാൻ വേണ്ടി 1953 രൂപീകരിക്കപ്പെട്ട ഫസൽ അലി കമ്മീഷനിലെ അംഗമായിരുന്ന മലയാളിയാണ് ആര്? സർദാർ KM പണിക്കർ. നിങ്ങൾക്കറിയാം, ഡോക്ടർ ഫസൽ അലിയും HN കുൻസ്രു, ഹൃദയനാഥ് കുൻസ്രു, KM പണിക്കർ അഥവാ കാവാലം മാധവ പണിക്കർ, ഇവർ 3 പേരും അടങ്ങുന്നതായിരുന്നു ഏത് കമ്മീഷൻ? ഡോക്ടർ ഫസൽ അലി കമ്മീഷൻ. ആ ഡോക്ടർ ഫസൽ അലി കമ്മീഷനിലെ അംഗമായ മലയാളിയാണ് ആര്? സർദാർ KM പണിക്കർ അഥവാ കാവാലം മാധവ പണിക്കർ. കേരള സംസ്ഥാന സാഹിത്യ അക്കാദമിയുടെ പ്രഥമ അധ്യക്ഷ സ്ഥാനം വഹിച്ചതും ആരാണ്? സർദാർ KM പണിക്കറാണ്. കേരള സംസ്ഥാന സാഹിത്യ അക്കാദമിയുടെ പ്രഥമ അധ്യക്ഷ സ്ഥാനം വഹിച്ചതും ആരാണ്? സർദാർ KM പണിക്കറാണ്. അതുപോലെ തന്നെ ബിക്കാനീർ എന്ന നാട്ടുരാജ്യത്തിന്റെ ദിവാനായിരുന്ന മലയാളിയാണ് ആര്? സർദാർ KM പണിക്കർ. ബിക്കാനീർ എന്ന നാട്ടുരാജ്യത്തിന്റെ ദിവാനായിരുന്ന മലയാളിയാണ് ആര്? സർദാർ KM പണിക്കർ. ഓക്കെ, അതുപോലെ തന്നെ ചൈന, ഈജിപ്റ്റ്, ഫ്രാൻസ് എന്നീ രാഷ്ട്രങ്ങളുടെ ഇന്ത്യൻ അംബാസഡർ സ്ഥാനം വഹിച്ച വ്യക്തിമാരാണ്? സർദാർ KM പണിക്കറാണ്. ചൈന, ഈജിപ്റ്റ്, ഫ്രാൻസ് എന്നീ രാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ അംബാസഡർ സ്ഥാനം വഹിച്ച വ്യക്തിയുമാണ് ആര്? സർദാർ KM പണിക്കർ. ഓക്കെ, ഇപ്പൊ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം ആരുടേതാണ്? സർദാർ KM പണിക്കരുടേതാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഓർത്തിരിക്കുക. 1953 ഫസൽ അലി കമ്മീഷൻ അഥവാ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിരുന്ന മലയാളിയാണ് ആര്? സർദാർ KM പണിക്കർ അഥവാ കാവാലം മാധവ പണിക്കർ. ബിക്കാനീർ എന്ന നാട്ടുരാജ്യത്തിന്റെ ദിവാനായിരുന്ന മലയാളിയാണ് ആര്? സർദാർ KM പണിക്കർ അഥവാ കാവാലം മാധവ പണിക്കർ. ഫ്രാൻസ്, ചൈന, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ ഇന്ത്യൻ അംബാസഡർ ആയിരുന്ന വ്യക്തിയാണ് ആര്? സർദാർ KM പണിക്കർ. അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് നോക്കിപ്പോകാം. ഒന്ന്, ഏഷ്യ ആൻഡ് വെസ്റ്റേൺ ഡൊമിനൻസ്. സർദാർ KM പണിക്കറിന്റെ മറ്റ് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഓരോ നമുക്ക് പറയാം. ഒന്ന്, ഏഷ്യ ആൻഡ് വെസ്റ്റേൺ ഡൊമിനൻസ്. 2, ഇൻ ടു ചൈനാസ്. രണ്ട് ചൈനക്കാർ എന്നുള്ളത്. ഇൻ ടു ചൈനാസ്. ഇന്ത്യ ആൻഡ് ദ ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യ ആൻഡ് ദി ഇന്ത്യൻ ഓഷ്യൻ. എ സർവേ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. A survey of Indian history. The foundation of New India. The foundation of New India. Hindu society and at crossroads. Hindu society at crossroads. Malabar and the Portuguese. Malabar and the Portuguese. അതുപോലെ തന്നെ മലബാർ ആൻഡ് ദി ഡച്ച്. രണ്ട് പുസ്തകമാണ്. ഒന്ന് മലബാർ ആൻഡ് ദി പോർച്ചുഗീസും അതുപോലെ തന്നെ മലബാർ ആൻഡ് ദി ഡച്ച്. ഇത്രയൊക്കെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് പ്രസിദ്ധീകരണ പുസ്തകങ്ങളാണ്. മലയാളത്തിലുള്ളതാണെന്ന് കേരള സിംഹം, പുനർക്കോട്ട സ്വരൂപം, ധൂമകേതുവിൻ്റെ ഉദയം, കല്യാണമാല, പറങ്കിപ്പടയാളി, ബാലികാമതം, കവന കൗമുദി. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മലയാളം കൃതികളാണ്. കേരള സിംഹം, പുനർക്കോട്ട സ്വരൂപം, ധൂമകേതുവിൻ്റെ ഉദയം, കല്യാണമാല, പറങ്കിപ്പടയാളി, ബാലികാമതം, കവന കൗമുദി. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മലയാളം കൃതികളുമാണ്. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ സർദാർ KM പണിക്കർ കൃതികൾ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കൃതികൾ ഇതൊക്കെയാണ്. ഒന്ന്, ഏഷ്യ ആൻഡ് വെസ്റ്റേൺ ഡൊമിനൻസ്. ഏഷ്യ ആൻഡ് വെസ്റ്റേൺ ഡൊമിനൻസ്. ഇൻ ടു ചൈനാസ്. ഇൻ ടു ചൈനാസ്.
ഇന്ത്യ ആൻഡ് ദ ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യ ആൻഡ് ദി ഇന്ത്യൻ ഓഷ്യൻ, എ സർവേ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, എ സർവേ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, ദ ഫൗണ്ടേഷൻ ഓഫ് ന്യൂ ഇന്ത്യ, ദി ഫൗണ്ടേഷൻ ഓഫ് ന്യൂ ഇന്ത്യ, ഹിന്ദു സൊസൈറ്റി അറ്റ് ക്രോസ് വേർഡ്സ്, ഹിന്ദു സൊസൈറ്റി അറ്റ് ക്രോസ് വേർഡ്സ്, മലബാർ ആൻഡ് ദ പോർച്ചുഗീസ്, മലബാർ ആൻഡ് ദി പോർച്ചുഗീസ്, മലബാർ ആൻഡ് ദി ഡച്ച്, കേരള സിംഹം, പുനർക്കോട്ട സ്വരൂപം, ധൂമകേതുവിന്റെ ഉദയം, കല്യാണമാല, പറങ്കിപ്പടയാളി, കവന കൗമുദി, ബാലികാമതം. ഇതൊക്കെയാണ് സർദാർ കെ എം പണിക്കരുടെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ. ഓക്കെ, അപ്പം ഒന്നുകൂടെ ഞാൻ പറയാം, കാരണം ഇത് കൃതികൾ കാണാൻ പഠിച്ചു വെച്ചേക്കുക, PSC ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഒന്ന്, ഏഷ്യ ആൻഡ് വെസ്റ്റേൺ ഡോമിനൻസ്, ഇൻ ടു ചൈനാസ്, ഇന്ത്യ ആൻഡ് ദ ഇന്ത്യൻ ഓഷ്യൻ, എ സർവേ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, ദ ഫൗണ്ടേഷൻ ഓഫ് ന്യൂ ഇന്ത്യ, ഹിന്ദു സൊസൈറ്റി അറ്റ് ക്രോസ് റോഡ്സ്, ഹിന്ദു സൊസൈറ്റി അറ്റ് ക്രോസ് റോഡ്സ്, മലബാർ ആൻഡ് ദി പോർച്ചുഗീസ്, മലബാർ ആൻഡ് ദി ഡച്ച്, കേരള സിംഹം, പുനർക്കോട്ട സ്വരൂപം, ധൂമകേതുവിന്റെ ഉദയം, കല്യാണമാല, പറങ്കിപ്പടയാളി, ബാലികാമതം, കവന കൗമുദി. ഇത്രയാണ് സർദാർ കെ എം പണിക്കറിന്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ, കൂടെ ഹിസ്റ്ററി ഓഫ് കേരളയും. ഓക്കെ, സർദാർ കെ എം പണിക്കരും എന്താണെന്നും അദ്ദേഹത്തിന്റെ പുസ്തകത്തെ പറ്റിയുമുള്ള ഒരു വിവരണം നമ്മൾ കഴിഞ്ഞു. അത്ര എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? നമുക്ക് ഈ ഓപ്ഷൻ പ്രകാരം നമുക്ക് 1.25 കോടി മലയാളികൾ എന്ന് പറയാം. കാരണം PSC കൊടുത്തിരിക്കുന്ന ആൻസർക്ക് ഏതാണ്? 1.25 കോടി മലയാളികളാണ്. എന്നാൽ മറ്റു ചില പുസ്തകങ്ങൾ പറയുന്നത് ഇതല്ല, അത് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതിയാണെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് PSC ഓപ്ഷൻ ആൻസർക്ക് കൊടുത്തേക്കുന്ന 1.25 കോടി മലയാളികളാണ്. വേറെ ചില പുസ്തകങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് ഏതാണ്? കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന EMSന്റെ മറ്റു കൃതികളാണ്. ഓക്കെ, ഇപ്പൊ ഈ 1.25 കോടി മലയാളികൾ എന്ന കൃതി ആരുടേതാണ്? EMSന്റേതാണ്. സുരേന്ദ്രൻ, പരമേശ്വരൻ തുടങ്ങിയ തുല്യനാമങ്ങളിലൊക്കെ പുസ്തകം എഴുതിക്കൊണ്ടിരുന്ന EMS അഥവാ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് ഇത്, 1.25 കോടി മലയാളികൾ. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതിയും ആരുടേതാണ്? EMS നമ്പൂതിരിപ്പാടിൻ്റെതാണ്. EMSന്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് നോക്കാം. കേരളത്തിലെ ദേശീയ പ്രശ്നം, കേരളത്തിലെ ദേശീയ പ്രശ്നം അല്ലെങ്കിൽ നാഷണൽ ക്വസ്റ്റ്യൻ ഇൻ കേരള എന്നറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയ പ്രശ്നം, ജവഹർലാൽ നെഹ്റു, കേരളം മലയാളികളുടെ മാതൃഭൂമി, ഗാന്ധിയും ഗാന്ധിസവും, ഗാന്ധിയും ഗാന്ധിസവും, കമ്മ്യൂണിസം കെട്ടിപ്പടുക്കുന്നവരുടെ കൂടെ, കമ്മ്യൂണിസം കെട്ടിപ്പടുക്കുന്നവരുടെ കൂടെ, കാർൾ മാർക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി, കാർൾ മാർക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി, മാർക്സിസവും മലയാള സാഹിത്യവും, മാർക്സിസവും മലയാള സാഹിത്യവും, ഇന്ത്യ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം, സോഷ്യലിസം സിദ്ധാന്തവും പ്രയോഗവും, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദി പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദി പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള, കേരള യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമാറോ, കേരള യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമാറോ, ഇന്ത്യ അണ്ടർ കോൺഗ്രസ് റൂൾ, ഇന്ത്യ അണ്ടർ കോൺഗ്രസ് റൂൾ, ഹൗ ഐ ബിക്കേം എ കമ്മ്യൂണിസ്റ്റ്, ഹൗ ഐ ബിക്കേം എ കമ്മ്യൂണിസ്റ്റ്, എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ കേരള 6 decades ഓഫ് സ്ട്രഗിൾ ആൻഡ് അഡ്വാൻസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ കേരള 6 decades ഓഫ് സ്ട്രഗിൾ ആൻഡ് അഡ്വാൻസ്. ഇതൊക്കെയാണ് EMSന്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ. ഓക്കെ, അപ്പോൾ 1.25 കോടി മലയാളികൾ എന്ന കൃതി എഴുതിയതാരാണ്? EMS ആണ്. EMSന്റെ മറ്റ് പ്രധാന തൂലികാനാമങ്ങൾ ഏതൊക്കെയായിരുന്നു? സുരേന്ദ്രൻ, പരമേശ്വരൻ എന്നീ തൂലികാനാമങ്ങളിലൊക്കെ കൃതി എഴുതിയിട്ടുള്ളതാരാണ്? EMS ആണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതി എഴുതിയതും EMS ആണ്. ജവഹർലാൽ നെഹ്റു, കേരളത്തിലെ ദേശീയ പ്രശ്നം, ഗാന്ധിയും ഗാന്ധിസവും, കമ്മ്യൂണിസം കെട്ടിപ്പടുക്കുന്നവരുടെ കൂടെ, കാർൾ മാർക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി, മാർക്സിസവും മലയാള സാഹിത്യവും, ഇന്ത്യ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം, സോഷ്യലിസം സിദ്ധാന്തവും പ്രയോഗവും, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദി പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള, കേരള യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമോറോ, ഇന്ത്യ അണ്ടർ കോൺഗ്രസ് റൂൾ, ഹൗ ഐ ബിക്കേം എ കമ്മ്യൂണിസ്റ്റ്, എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ കേരള 6 decades ഓഫ് സ്ട്രഗിൾ ആൻഡ് അഡ്വാൻസസ്. ഇത്രയൊക്കെയാണ് EMSന്റെ പ്രധാനപ്പെട്ട കൃതികൾ. നമ്മൾ EMSനെ പറ്റിയൊക്കെ എന്ത് ചെയ്യുക, അത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ചോദ്യമായി. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യമാണ്, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ചൈനയും.
ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പിട്ട ഒരു ഉഭയകക്ഷി കരാറാണിത് പഞ്ചശീല തത്വങ്ങൾ. 5 ഇന കാര്യങ്ങളാണ് അവർ ഇന്ത്യയും ചൈനയും തമ്മിൽ പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത്. 1954 ഏപ്രിൽ 29 ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റു, ചൈനയ്ക്ക് വേണ്ടി ചൗ ഇൻ ലായുമാണ് ഇതിൽ ഒപ്പിട്ടത്, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്. ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റു, ചൈനയ്ക്ക് വേണ്ടി ചൗ ഇൻ ലായുമാണ് ഏത് കരാറിൽ ഒപ്പിട്ടത്, പഞ്ചശീല തത്വങ്ങൾ എന്ന കരാറിൽ ഒപ്പിട്ടത് 1954 ഏപ്രിൽ 29. പരസ്പര പ്രാദേശിക അഖണ്ഡത പുലർത്തുക, പരസ്പര പരമാധികാരത്തെ ബഹുമാനിക്കുക, ആഭ്യന്തര കാര്യങ്ങൾ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹവർത്തിത്വമൊക്കെ എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക, സമാധാനത്തിന് ഒക്കെ കൂടുതൽ പ്രാധാന്യം നൽകുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക തുടങ്ങിയവയൊക്കെയാണ് പഞ്ചശീല തത്വങ്ങളെ ഈ 5 തത്വങ്ങളായിട്ട് പറയുക. ഓക്കെ, അത്രയാണ് പഞ്ചശീല തത്വങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പിട്ടതാണ്. നമുക്ക് അത് കണക്ട് ചെയ്ത് മറ്റ് ചില കരാറുകൾ നോക്കിപ്പോക്കാം. ഒന്ന് താഷ്കന്റ് എഗ്രിമെന്റ് ആണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1966 ജനുവരി 10 ഒപ്പിട്ട എഗ്രിമെന്റ് ആണ് ഇത് താഷ്കന്റ് എഗ്രിമെന്റ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ട കരാറാണ് ഇത് താഷ്കന്റ് എഗ്രിമെന്റ്. 1966 ജനുവരി 10 ഇന്ത്യക്ക് വേണ്ടി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാന് വേണ്ടി അയൂബ് ഖാനുമാണ് ഏത് കരാറിൽ ഒപ്പിട്ടത്, താഷ്കന്റ് എഗ്രിമെന്റിൽ ഒപ്പിട്ടത്. മറ്റു പ്രധാനപ്പെട്ട എഗ്രിമെന്റ് ഷിംല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മറ്റു ഒരു പ്രധാനപ്പെട്ട എഗ്രിമെന്റ് ആണ് ഇത് ഷിംല കരാർ. അത് 1972 ജൂലൈ 2 ഇന്ത്യക്ക് വേണ്ടി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാന് വേണ്ടി സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ് ഇവിടെ ഒപ്പിട്ടത്, ഷിംല കരാറിൽ ഒപ്പിട്ടത് 1972 ജൂലൈ 2. പിന്നെ സിന്ധു നദീജല കരാറുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മറ്റു പ്രധാനപ്പെട്ട കരാറായിരുന്നു ഇത് സിന്ധു നദീജല കരാർ. അത് 1960 സെപ്റ്റംബർ 19 ഏത് കരാറ്, സിന്ധു നദീജല കരാർ ഒപ്പിട്ടത്. പിന്നീട് ഗംഗാ നദീ ജലക്കരാറുണ്ട്. അത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് ഇത് ഗംഗാ നദീജല കരാറ്. അത് 1996 ഡിസംബർ 12 ഇത് ഗംഗാ നദീജല കരാർ. ഇന്ത്യയും ബംഗ്ലാദേശും 1996 ഡിസംബർ 12. അപ്പൊ ഇത്തരം കരാറുകളൊക്കെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇവിടെ നമ്മുടെ ചോദ്യം പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ്. അത് ഇന്ത്യയും ചൈനയും തമ്മിലാണ് ഏത് കരാറിൽ ഒപ്പിട്ടത്, പഞ്ചശീല തത്വങ്ങൾ എന്ന കരാറിൽ ഒപ്പിട്ടത്. ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റുവും ചൈനയ്ക്ക് വേണ്ടി ചൗ ഇൻ ലായുമാണ് ഏത് കരാറിൽ ഒപ്പിട്ടത്, പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത്. ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റുവും ചൈനയ്ക്ക് വേണ്ടി ചൗ ഇൻ ലായുമാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത്. 1954 ഏപ്രിൽ 29 ഏത് നിലവിൽ വന്നത്, പഞ്ചശീല തത്വങ്ങൾ നിലവിൽ വന്നത്. പിന്നെ താഷ്കന്റ് എഗ്രിമെന്റ് ആണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1966 ജനുവരി 10 ഒപ്പിട്ട കരാറാണ് ഇത് താഷ്കന്റ് എഗ്രിമെന്റ്. ഇന്ത്യക്ക് വേണ്ടി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാന് വേണ്ടി അയൂബ് ഖാനും കരാറിൽ ഒപ്പിട്ടു. പിന്നെ ഷിംല കരാറ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട എഗ്രിമെന്റ് ആണ് ഇത് ഷിംല കരാറ്. 1972 ജൂലൈ 2 ഇന്ത്യക്ക് വേണ്ടി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാന് വേണ്ടി സുൽഫിക്കർ അലി ഭൂട്ടോയും കരാറിൽ ഒപ്പിട്ടു. പിന്നെ സിന്ധു നദീജല കരാറാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറാണ്. 1960 സെപ്റ്റംബർ 19 മറ്റൊരു കരാറാണ് ഗംഗാ നദീജല കരാറ്. ഇന്ത്യയും ബംഗ്ലാദേശും. അത് 1996 ഡിസംബർ 12 ഏത് കരാർ ഒപ്പിട്ടത്, ഗംഗാ നദീജല കരാർ ഒപ്പിട്ടത്. ഓക്കെ, അപ്പോൾ അത് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് അത്രയും ഫാക്ട്സ് അഡീഷണൽ ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ 4ാമത്തെ ചോദ്യം, 1887 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? ഉത്തരം എന്താണ്? കാൺപൂരാണ്. 1957 നമ്മൾ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്ന 1887 കലാപത്തിൽ കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബാണ്. ഓക്കെ, നമുക്ക് മറ്റ് ചില നേതൃത്വം നോക്കാം. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനും അല്ലെ ബഹദൂർ ഷാ സഫറും ജനറൽ ഫക്ത് ഖാനും ചേർന്നാണ് എവിടെ നേതൃത്വം നൽകിയത്? ഡൽഹിയിൽ നേതൃത്വം നൽകിയത്. ഡൽഹിയിൽ ബഹദൂർ ഷാ സഫറും അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ ബഹദൂർ ഷാ സഫറും ജനറൽ ഫക്ത് ഖാനും ചേർന്നാണ് എവിടെ നേതൃത്വം നൽകിയത്? ഡൽഹിയിൽ നേതൃത്വം നൽകിയത്. ബരക്പൂരിൽ മംഗൾ പാണ്ഡെയാണ്. നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ആദ്യത്തെ രക്തസാക്ഷി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മംഗൾ പാണ്ഡെയാണ് ബരക്പൂരിൽ നേതൃത്വം നൽകിയത്. ഝാൻസിയിലായിരുന്നു ആര്? റാണി ലക്ഷ്മിഭായ്. ഝാൻസിയില് റാണി ലക്ഷ്മിഭായ്. ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ. ലക്നൌവില് ബീഗം ഹസ്രത് മഹല്. ബീഹാറില് കൻവർ സിംഗ്. ബീഹാറില് കൻവർ സിംഗ്. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ബറോലിയില് ഖാൻ ബഹാദൂർ ഖാൻ. ഖാൻ ബഹാദൂർ ഖാനാണ് ഇവിടെ ബറോലി. ഓക്കെ, ഇത്തരം പേരൊക്കെയാണ് ഇത്തരം പ്രദേശങ്ങളിൽ ഏത് നേതൃത്വം നൽകിയത്? 1887 1ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത്. അല്ല, 1887 കലാപത്തിന് നേതൃത്വം നൽകിയത്. കാൺപൂരിലായിരുന്നു ആര്? നാനാ സാഹിബ്. നാനാ സാഹിബ് നേതൃത്വം നൽകിയ എവിടെയാണ്? കാൺപൂർ. ഡൽഹിയിൽ
ബഹദൂർ ഷാ സഫറും അതുപോലെ തന്നെ ജനറൽ ഫക്ത് ഖാനും. ബഹദൂർ ഷാ സഫറും ജനറൽ ഫക്ത് ഖാനും. ഭരത്പൂരിലെ മംഗൾ പാണ്ഡെ 1857 ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്ന മംഗൾ പാണ്ഡെയാണ് ഭരത്പൂരിൽ നേതൃത്വം നൽകിയത്. ഝാൻസിയില് റാണി ലക്ഷ്മിഭായ്, ലക്നൌവില് ബീഗം ഹസ്രത് മഹല്, ബീഹാറില് കൻവർ സിംഗ്, ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള, ബറോലിയില് ഖാൻ ബഹാദൂർ ഖാൻ. ഓക്കെ, അത്രയാണ് നമുക്ക് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. അടുത്ത നമ്മുടെ അഞ്ചാമത്തെ ചോദ്യമാണ്. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന എവിടെയാണ്? ഫിലാഡൽഫിയാണ്. അത് ആകെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട 2 കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നതും എവിടെ തന്നെയാണ്? ഫിലാഡൽഫിയയിൽ തന്നെയാണ്. ഓക്കെ, ഒന്നാമത്തേതാണേലും 1774 ഒന്നാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ്, അതും ഫിലാഡൽഫിയാണ്. 1775 നടന്ന രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെയും വേദി എവിടെ തന്നെയാണ്? ഫിലാഡൽഫിയയിലാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ 1774 ഫിലാഡൽഫിയ, രണ്ടാമത്തെ എന്താണ്? 1775 എവിടെ? ഫിലാഡൽഫിയയിൽ. അമേരിക്കൻ കോളനികളുടെ പ്രതിനിധികൾ ചേർന്ന് രൂപീകരിച്ച ഒരു ഭരണ രാഷ്ട്രീയ സഭയാണിത്, ഈ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. അമേരിക്കൻ കോളനികളുടെ പ്രതിനിധികൾ ചേർന്ന് രൂപീകരിച്ച ഒരു ഭരണ രാഷ്ട്രീയ സഭയാണ്. അവിടെ നമുക്കിനി എന്നാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മറ്റ് ചില പ്രക്ഷോഭങ്ങളോ മറ്റ് സംഭവങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഒന്ന് നാവിഗേഷൻ ആക്ട് ആണ്. 1651 ഇത് നാവിഗേഷൻ ആക്ട് നടപ്പിലാക്കിയത്. 1651. ഷുഗർ ആക്ട് അഥവാ പഞ്ചസാര നിയമം 1764. ഷുഗർ ആക്ട് അഥവാ പഞ്ചസാര നിയമം 1764. സ്റ്റാമ്പ് നിയമം 1765. സ്റ്റാമ്പ് നിയമം ഏത് വർഷം? 1765. പ്രഖ്യാപന നിയമം 1766. പ്രഖ്യാപന നിയമം 1766. ടൗൺഷെൻഡ് നിയമം 1767. ടൗൺഷെൻഡ് നിയമം 1767. ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി എന്ന സംഭവം നടക്കുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അതാരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചാരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. വിശദമായ ക്ലാസ്സിൻ്റെ എല്ലാം എഡ്യൂസോൺ ലേണിംഗ് ആപ്പിലുണ്ട്. നിങ്ങൾ അവിടുന്ന് ക്ലാസ് കണ്ടുകൊള്ളുക. നമ്മൾ ജസ്റ്റ് ഒരു റിവിഷൻ പോലെ മാത്രമേ ഇവിടെ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. കാരണം ഓരോ ടോപ്പിക്കും ക്ലാസ് ആയിട്ട് എടുക്കാതിരുന്നാൽ സമയം ഒരുപാട് പോകും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നു. വിശദമായ ക്ലാസ് എഡ്യൂസോൺ ലേണിംഗ് ആപ്പിൽ റെക്കോർഡ് ക്ലാസ് ആയിട്ട് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് അവിടുന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നാവിഗേഷൻ നിയമം 1651, പഞ്ചസാര നിയമം 1764, സ്റ്റാമ്പ് നിയമം 1765, പ്രഖ്യാപന നിയമം 1766, ടൗൺഷെൻഡ് നിയമം 1767, ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16. ഇതെല്ലാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചാലാണ് ജെയിംസ് ഓട്ടിസ് ആണ്. അപ്പം കോണ്ടിനെന്റൽ കോൺഗ്രസ് 2 1774, 1775. രണ്ടിൻ്റെയും വേദി എവിടെയാണ്? ഫിലാഡൽഫിയ തന്നെയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കോണ്ടിനെന്റൽ കോൺഗ്രസുകളുടെ വേദി എവിടെയാണ്? ഫിലാഡൽഫിയാണ്. അടുത്ത ചോദ്യം നമുക്ക് പിന്നെ കാര്യമായിട്ടൊന്നും പറയണ്ട. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. പോർച്ചുഗീസുകാരനായ അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം നമുക്ക് പറഞ്ഞു പോയാൽ മതി. ഇനി അടുത്തത്, താഴെ തന്നിരിക്കുന്ന വാദത്തിന് ഉദാഹരണമല്ലാത്ത ഏതാണ്? ചക്രവാദമാണ്. ചക്രവാദം എന്തല്ല? പ്രാദേശികവാദമല്ല. ചക്രവാദം ഒരു അസ്ഥിരവാദമാണ്. ഓക്കെ, ഇപ്പൊ പ്രാദേശികമായി ഉണ്ടാകുന്ന ചെറിയ മർദ്ദവ്യതിയാനങ്ങൾക്ക് ഫലമായി അനുഭവപ്പെടുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രാദേശികവാദങ്ങൾ. ചിനൂക്ക് ആണെങ്കിലും ലൂ ആണെങ്കിലും ഹെർമാറ്റ് ആണെങ്കിലും ഇതെല്ലാം എന്താണ്? പ്രാദേശികവാദങ്ങളാണ്. നമ്മൾ കാറ്റുകളെ പൊതുവായി 4ആയിട്ടാണ് തിരിക്കാറ്. ആഗോളവാദങ്ങളെന്നും കാലികവാദങ്ങളെന്നും പ്രാദേശികവാദങ്ങളെന്നും അസ്ഥിരവാദങ്ങളെന്നും 4 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഇതിനെ തിരിക്കാറ്? കാറ്റുകളെ തിരിക്കാറ്. ആഗോളവാദം എന്ന് പറഞ്ഞാൽ ആഗോള മർദ്ദമേഖലകൾക്ക് ഇടയിൽ വീശുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണിത് ആഗോളവാദങ്ങൾ. അത് പ്രധാനമായും നമ്മൾ വരുന്ന ഒന്ന് വാണിജ്യവാദങ്ങൾ. അത് തെക്ക് കിഴക്കൻ വാണിജ്യവാദവും വടക്കു കിഴക്കൻ വാണിജ്യവാദവും ഉണ്ട്. വാണിജ്യവാദങ്ങൾ വരും, പശ്ചിമവാദങ്ങൾ, പൂർവ്വവാദങ്ങൾ. ഓക്കെ, ഇപ്പോൾ ആഗോളവാദങ്ങൾ 3 തരമാണ്. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, പൂർവ്വവാദങ്ങൾ. അത് 3 ആഗോളവാദങ്ങൾ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കാലികവാദങ്ങളാണ്.
മൺസൂൺ കാറ്റുകൾ, കരക്കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരിക, ഈ കാലിക വാദങ്ങൾ അഥവാ സീസണൽ വിൻസിനകത്ത് വരിക. മൂന്നാമത്തെ കാറ്റഗറി നമ്മൾ പറയുന്നതാണ് പ്രാദേശിക വാദങ്ങൾ അഥവാ ലോക്കൽ വിൻസ്. അവിടെ വരുന്നതാണ് ലൂവ്, മാംഗോ ഷവർ, നോർവെസ്റ്റർ അല്ലെങ്കിൽ നോർവെസ്റ്ററിന്റെ മറ്റ് അറിയപ്പെടുന്ന പേരാണ് കാൽബൈശാഖി. ഓക്കെ, നോർവെസ്റ്റർ, ചെറി ബ്ലോസം, ചിനൂക്ക്, ഫൊന്ന്, മിസ്ട്രൽ, ഹർമാറ്റണ്, ലവൻഡേ, ഇതൊക്കെ എന്താണ് പ്രാദേശിക വാദങ്ങളാണ്. വിശദമായ ക്ലാസ്സിലേക്ക് ഞാൻ പോകുന്നില്ല. ഓരോന്നിൻ്റെ വിശദീകരണം ലേണിംഗ് ആപ്പിലുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് കണ്ടുകൊള്ളുക. ഇപ്പം ഇന്ത്യയിലെ പ്രാദേശിക വാദങ്ങളൊക്കെയാണ് ലൂ. ഉത്തരേന്ത്യയിൽ ഉഷ്ണകാലത്ത് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണിത് ലൂ. ഏപ്രിൽ മെയ് മാസങ്ങളിലായി അസം പശ്ചിമ ബംഗാൾ പ്രദേശങ്ങളിൽ വീശുന്ന പ്രാദേശികവാദമാണിത് നോർവെസ്റ്റൻ അഥവാ കാൽബൈശാഖി. ദക്ഷിണേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണിത് മാംഗോ ഷവർ. കർണാടക പ്രദേശങ്ങളിൽ കാപ്പിച്ചെടിയുടെ വിളവിന് സഹായമായ പ്രാദേശികവാദമാണിത് ചെറി ബ്ലോസം. റോക്കി പർവ്വതനിരയിൽ വീശുന്നവയാണിത് ചിനൂക്ക്. ആൾസ് പർവ്വതനിരയിലെയാണിത് ഫൊന്നും മിസ്ട്രലും. സഹാറ മരുഭൂമിയിൽ നിന്നും വീശുന്ന പ്രാദേശികവാദമാണിത് ഹർമാറ്റൻ. ഓക്കെ, അതൊക്കെ വിശദമായിട്ട് നമുക്ക് ക്ലാസ് വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടുകൊള്ളുക. ഇവിടെ നമുക്ക് ഉത്തരം ചക്രവാദമാണ്. ചക്രവാദം എന്ന് പറഞ്ഞാൽ അസ്ഥിരവാദങ്ങളാണ്. നമ്മൾ ചക്രവാദമുണ്ട്, പ്രതിചക്രവാദമുണ്ട്. ചക്രവാദം നമ്മൾ ഉഷ്ണമേഖല ചക്രവാദം, മിതോഷ്ണ മേഖല ചക്രവാദം. ഉഷ്ണമേഖല ചക്രവാദം നമ്മൾ ഇന്ത്യയിലൊക്കെ രൂപം കൊള്ളുന്ന സൈക്ലോൺസുകളൊക്കെ എന്താണ് ഉഷ്ണമേഖല ചക്രവാദങ്ങളാണ്. ഓക്കെ, ആ വിശദമായ ക്ലാസ്സുകൾ അവിടെ നമ്മളുണ്ട്. ഇപ്പം നമ്മളിവിടെ ഓർത്തിരിക്കുക, ചിനൂക്ക്, ലൂവ്, ഹർമാറ്റൊക്കെ എന്താണ് പ്രാദേശികവാദമാണ്. ചക്രവാദം എന്നുള്ളത് അസ്ഥിരവാദവുമാണ്. ഓക്കെ, അപ്പം 4ആയിട്ട് നമ്മൾ കാറ്റുകൾ തിരിക്കുന്ന കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒന്ന് ആഗോളവാദങ്ങൾ, അതിനകത്ത് വരുന്ന വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, പൂർവ്വവാദങ്ങൾ, ഇത് 3 ആഗോളവാദങ്ങൾ. 2 നമ്മൾ പറഞ്ഞത് കാലികവാദങ്ങൾ, മൺസൂൺ കാറ്റ്, കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, ഇതൊക്കെ എന്താണ് കാലികവാദങ്ങൾ അഥവാ സീസണൽ വിൻസ് ആണ്. 3-ാമത്തേതാണ് നമ്മൾ പറഞ്ഞത് പ്രാദേശികവാദങ്ങൾ, ചിനൂക്ക്, ലൂവ്, ഹർമാറ്റന്, ഫൊന്ന്, നോർവെസ്റ്റർ, മാംഗോ ഷവർ, മിസ്ട്രല്, ഇതൊക്കെ എന്താണ് പ്രാദേശികവാദങ്ങളാണ്. 4 നമ്മൾ അസ്ഥിരവാദങ്ങൾ, ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളുമാണ് ഇത് അസ്ഥിരവാദങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം കൊടുത്തിരിക്കുന്നത് ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 1, ഈ ശിലയെ പ്രാഥമിക ശിലകളെന്നും വിളിക്കുന്നു. ശരിയാണ്, ആഗ്നേയശിലകളെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കും? പ്രാഥമിക ശിലകളെന്നോ ശിലകളുടെ മാതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കും. കാരണം മാഗ്മ തണുത്ത് നേരിട്ട് രൂപം കൊള്ളുന്ന ശിലകളാണിത് ആഗ്നേയശിലകൾ അഥവാ അഗ്നിശിലകൾ. രാസധാതു ഘടനാ സവിശേഷതകളൊക്കെയുള്ള പാറകളാണിത് ആഗ്നേയശിലകൾ. ഈ ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. ശരിയാണ്, ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഗാബ്രോ, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഈ ശിലകളാണ്. തെറ്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതെങ്കിലും ശിലകളാണ്? കായാന്തരിത ശിലകൾ അഥവാ മെറ്റാമോർഫിക് റോക്സ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം വരുന്നത് സി ഓപ്ഷനാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്നത് എന്ത് ശിലയല്ല? ആഗ്നേയശിലയല്ല, അത് കായാന്തര ശിലകളാണ്. ഡി 4-ാമത്തെ ഓപ്ഷൻ, ഈ ശില ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ശരിയാണ്, ഭൂമിക്കുള്ളിൽ വെച്ചും മാഗ്മ തണുത്തുറഞ്ഞ് ആഗ്നേയശില രൂപം കൊള്ളും. ഈ മാഗ്മ ഭൂമിക്ക് പുറത്തെത്തിയ നമ്മൾ വിളിക്കുന്നത് ലാവ എന്നാണ്. ഭൂമിക്ക് പുറത്ത് എത്തി ലാവ തണുത്തുറഞ്ഞും ആഗ്നേയശിലകൾ രൂപം കൊള്ളും. ഭൂമിക്കുള്ളിൽ രൂപം കൊള്ളുന്ന ആഗ്നേയശിലകളെ വിളിക്കുന്ന പേര് പ്ലൂട്ടോണിക് ആഗ്നേയശിലകളെന്നും, ഭൂമിയുടെ പുറത്തെത്തി ഭൗമോപരിതലത്തെത്തി ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ആഗ്നേയശിലകളെ നമ്മൾ വിളിക്കുന്നത് വോൾക്കാനിക് ശിലകളെന്നുമാണ്. ബസാൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു വോൾക്കാനിക് ആഗ്നേയശിലയാണ്. ഭൂമിയുടെ ഭൗമോപരിതലത്തിൽ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ഒരു വോൾക്കാനിക് ആഗ്നേയശിലയാണ് ഇത് ബസാൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലൂട്ടോണിക്കുമാണ്, ഭൂമിക്കുള്ളിൽ രൂപം കൊള്ളുന്ന ആഗ്നേയശിലയുമാണ്. ഓക്കെ, അപ്പോൾ ആഗ്നേയശിലയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ വർഗീകരണം കാര്യങ്ങളൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട് പുതിയ സിലബസ് അനുസരിച്ച്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കാരണം ആഗ്നേയശിലകളെ നമ്മൾ രാസഘടന അടിസ്ഥാനത്തിലേക്ക് വർഗീകരിക്കാറുണ്ട്. ഇവിടെ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2ആയിട്ട് വോൾക്കാനിക്, പ്ലൂട്ടോണിക്. രാസഘടന അടിസ്ഥാനത്തിൽ ഫെൽസിക് എന്നും ഇന്റർമീഡിയറ്റ് എന്നും മാഫിക് എന്നും അൾട്രാ മാഫിക് എന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എത്ര ഓർത്തിരിക്കുക, ആഗ്നേയശിലകളെ നമ്മൾ അഗ്നിശിലകളും എന്നും വിളിക്കാറുണ്ട്. അഗ്നിശിലകൾ എന്നറിയപ്പെടുന്നവരാണ് ആഗ്നേയശിലകളാണ്. ആഗ്നേയശിലകളാണ് പ്രാഥമിക ശിലകൾ അല്ലെങ്കിൽ ശിലകളുടെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത്. കാരണം മാഗ്മയ്ക്ക് നടക്കുന്ന ക്രിസ്റ്റലീകരണത്തിലൂടെയാണ് ഇത് രൂപം കൊള്ളുന്നത്? ആഗ്നേയശിലകൾ രൂപം കൊള്ളുന്നത്. ഈ ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. ശരിയാണ്, ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഗാബ്രോ, ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ്. സ്കോറിയ, പ്യൂമിസ, ഇതെല്ലാം ആഗ്നേയശിലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ആഗ്നേയശിലയല്ല, അത് കായാന്തര ശിലകൾ അഥവാ മെറ്റാമോർഫിക് റോക്സ് ആണ്.
ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ശരിയാണ്, ആഗ്നേയശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളും. ഭൂമിക്ക് അകത്ത് രൂപം കൊള്ളുന്നവയെ നമ്മൾ പ്ലൂട്ടോണിക് ആഗ്നേയശിലകളെന്നും ഭൂമിക്ക് പുറത്ത് രൂപം കൊള്ളുന്നവയെ വോൾക്കാനിക് ആഗ്നേയശിലകളെന്നും പറയും. അതിനകത്ത് ബസാൾട്ടഡ് വോൾക്കാനിക് ആഗ്നേയശിലയും ഗ്രാനൈറ്റ് പോലുള്ളവ എന്താണ്? പ്ലൂട്ടോണിക് ആഗ്നേയശിലയുമാണ്. 9ാമത്തെ ചോദ്യമാണ്, എന്താണ് ക്ലിഫ്? ക്ലിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ശരിയാണ്, കാരണം തിരമാലകളുടെ അപരദന ഭൂരൂപമാണ് ഇത് ക്ലിഫ്. ഓക്കെ, അതായത് തിരമാലകൾ ശക്തിയായി അടിക്കുന്ന പ്രദേശത്ത് ഈ കടലിലേക്ക് തള്ളി നിൽക്കുന്ന തിരകളിൽ എന്ത് ചെയ്യും? അപരദനം സംഭവിക്കുകയും അങ്ങനെ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഉപരിഭാഗത്തോടു കൂടിയ ഈ ചെറിയ പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് ക്ലിഫ്. നമ്മൾ വർക്കല ക്ലിഫ് ഒക്കെ അത്തരം പ്രദേശങ്ങളാണ്. തിരമാലകളുടെ അപരദന ഭൂരൂപമാണ് ഇത് ക്ലിഫ്. തിരമാലയുടെ മറ്റൊരു അപരദന ഭൂരൂപമാണ് നമ്മൾ സ്റ്റാക്സ് അഥവാ കടൽ തീര സ്തംഭങ്ങൾ എന്നൊക്കെ വിളിക്കും. കടൽ തീരത്ത് എഴുതുന്ന കാണപ്പെടുന്ന ഒറ്റപ്പെട്ട ഈ ശിലാരൂപങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റാക്സ് അഥവാ കടൽ തീര സ്തംഭങ്ങൾ. ഇതൊക്കെ തിരമാലകളുടെ എന്താണ്? അപരദന ഭൂരൂപങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത 10ാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. അപവഹന ഗർത്തം അഥവാ ഡിഫ്ലേഷൻ ഹോളോ, കൂൺ ശിലകൾ അഥവാ മഷ്റൂം റോക്സ്, ടെറായി, മണൽ മേടുകൾ അഥവാ സാൻഡ് ഡ്യൂൺസ്. കൂട്ടത്തിൽപ്പെടാത്ത ഏതാണ്? ടെറായി ആണ്. ടെറായി. ഓക്കെ, കാരണം ബാക്കിയെല്ലാം കാറ്റിന്റെ അപരദന ഭൂരൂപങ്ങളാണ്. അപവഹന ഗർത്തം അഥവാ ഡിഫ്ലേഷൻ ഹോളോ എന്ന് പറയുന്നത് കാറ്റിന്റെ അപരദന ഭൂരൂപമാണ്. മണൽ മേടുകൾ അപരദനമല്ല, കാറ്റിന്റെ നിക്ഷേപണമാണ് കേട്ടോ. കാറ്റുമായി ബന്ധപ്പെട്ട ഭൂരൂപങ്ങളാണ് ബാക്കിയെല്ലാം. അപവഹന ഗർത്തം എന്ന് പറഞ്ഞാൽ മരുഭൂമികളിൽ സ്ഥിരമായി കാറ്റെന്ത് ചെയ്യും? ഒരു പ്രദേശത്ത് അടിക്കുന്നതിന്റെ ഫലമായി അവിടുത്തെ മണ്ണ് എന്ത് ചെയ്യും? നീക്കം ചെയ്യപ്പെടും. അങ്ങനെ മണ്ണ് നീക്കം ചെയ്ത് അവിടങ്ങളിൽ വലിയ ഗർത്തങ്ങൾ രൂപം കൊള്ളും. ആ ഗർത്തങ്ങളെ വിളിക്കുന്ന പേരാണ് അപവഹന ഗർത്തം അഥവാ ഡിഫ്ലേഷൻ ഹോളോ. ഈ അപവഹന ഗർത്തം അഥവാ ഡിഫ്ലേഷൻ ഹോളോകളിലാണ് പിന്നീട് എന്ത് രൂപം കൊള്ളുന്നത്? മരുപ്പച്ച അഥവാ ഒയാസിസുകൾ രൂപം കൊള്ളുന്നത്. കൂൺ ശിലകൾ അഥവാ മഷ്റൂം റോക്സ്, അതും കാറ്റിന്റെ അപരദന ഫലമായിട്ടാണ്. കാരണം കാറ്റ് ശക്തമായി വീശുന്ന പ്രദേശങ്ങളിൽ ഒരു ശിലയുടെ താഴ്ഭാഗത്തെ കാറ്റ് എന്ത് ചെയ്യും? അപരദനം സംഭവിപ്പിക്കുകയും മുകൾ വശം ഒരു കൂണിന്റെ ആകൃതിയിലൊക്കെ എന്ത് ചെയ്യും? കാണപ്പെടും. അത്തരം ശിലകളെ വിളിക്കുന്ന പേരാണ് കൂൺ ശിലകൾ അഥവാ മഷ്റൂം റോക്സ്. മണൽമേടുകൾ എന്ന് പറയുന്നത് കാറ്റ് ശക്തമായി അടിക്കുന്ന പ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗതയെ തടസ്സപ്പെടുത്തുന്ന വസ്തുക്കൾ, ഇപ്പം മരങ്ങളാകാം, അല്ലെങ്കിൽ മറ്റ് മണൽമേടുകളാകാം, അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങളാകാം. അത്തരം പ്രദേശങ്ങളിൽ കാറ്റ് ഈ മണലിന് നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊള്ളുന്ന രൂപമാണിത് മണൽ രൂപങ്ങൾ അഥവാ മണൽ മേടുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ടെറായി എന്ന് പറയപ്പെടുന്നത് നമ്മൾ ഈ ഉത്തര പർവ്വത മേഖലയുടെ താഴെ കാണപ്പെടുന്ന വടക്കൻ സമതലങ്ങൾ എന്ന് പറയുന്നത്, ഉത്തര മഹാസമുദ്രമല്ല, വടക്കൻ സമതലങ്ങൾ എന്ന് പ്രത്യേക ഏരിയ പറയുന്നുണ്ട്. അവിടെ കാണപ്പെടുന്ന 2 ഭൂരൂപങ്ങളാണ്, ഒന്ന് ഭാബറും രണ്ടൊന്ന് ടെറായിയും എന്ന് പറയുന്നത്. അത് ഇതിന് വ്യത്യസ്തമായ കാര്യമാണ്. അതുകൊണ്ടാണ് കൂട്ടത്തിൽ ചേരാത്തത് ടെറായി എന്ന് പറയുന്നത്. അത് നമ്മൾ ഭാബർ, ടെറായി എന്നൊക്കെ വടക്കൻ സമതലവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ ഒരു ഏരിയയ്ക്കകത്ത് വരുന്നതാണ്. ബാക്കി അപവഹനകർത്തും കൂൺശിലകളും മണൽമേടുകളും എല്ലാം കാറ്റിന്റെ അപരദന നിക്ഷേപണ ഭൂരൂപമാണ്. ഇനി 11ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. ഇവിടെ കൺഫ്യൂഷൻ വരാം. ഈ കൊടുത്തിരിക്കുന്ന പദ്ധതികളും ജില്ലകളും എല്ലാം ശരിയാണ്. കുറ്റ്യാടിയിലാണ് ഇത്, കുറ്റ്യാടി കോഴിക്കോട്ടാണ്, ശബരിഗിരി പത്തനംതിട്ടയിലാണ്, ഷോളയാർ തൃശ്ശൂരാണ്, കല്ലട കൊല്ലത്താണ്. പക്ഷേ കല്ലട എന്നുള്ളത് എന്തല്ല? ജലവൈദ്യുത പദ്ധതിയല്ല. കല്ലട ഒരു ജലസേചന പദ്ധതിയാണ്, ഇറിഗേഷൻ പ്രൊജക്റ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ഇത് കല്ലട ജലസേചന പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ഇവിടെ ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നതാണ് ചോദ്യം. അതുകൊണ്ട് നമുക്കിവിടെ കല്ലട കൊല്ലം എന്ന് പറയാം. അപ്പം കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ജില്ലയിലാണ്, കോഴിക്കോടാണ് ഇത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. ഷോളയാർ തൃശ്ശൂരുമാണ്, ശബരിഗിരി പത്തനംതിട്ട ജില്ലയിലുമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഇത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി, അത് പത്തനംതിട്ടയിലാണ്. കല്ലട ജലസേചന പദ്ധതിയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ഇത് കല്ലട, അത് കൊല്ലം ജില്ലയിലാണ്. പക്ഷേ അത് ജലസേചന പദ്ധതിയാണ്, മറ്റ് ചോദ്യം ജലവൈദ്യുത പദ്ധതിയാണ്. ഓക്കെ, അതാണ് തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ചെറുതോണി, കുളമാവ്, ഇടുക്കി ആർച്ച് ഡാം എന്നീ 3 അണക്കെട്ടുകൾ ചേർന്ന ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വൈദ്യുത പദ്ധതി. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. മുതിരപ്പുഴയാറിലെ പള്ളിവാസ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഏറ്റവും വലുത്
ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഏറ്റവും വലിയ രണ്ടാമത്തെയാണ് ഇത് പത്തനംതിട്ടയിലെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. ഇവിടെ ഉത്തരം നമുക്ക് എന്താണ്? കല്ലട, കൊല്ലം എന്ന് പറയാം. കാരണം അത് ജലവൈദ്യുത പദ്ധതിയല്ല, ജലസേചന പദ്ധതിയാണ്. ഇനി അടുത്ത ചോദ്യം കറണ്ട് അഫയേഴ്സ് ആയിട്ട് പറഞ്ഞു പോകാന്നുള്ളതേ ഉള്ളൂ. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേരിൽ മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കൊൽക്കത്ത. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു 12 ചോദ്യങ്ങൾ പറഞ്ഞു നിർത്താം. കാരണം ഇപ്പം തന്നെ അരമണിക്കൂർ മേലുള്ള വീഡിയോ ആയി. അടുത്ത സെക്ഷനകത്ത് നമുക്ക് ബാക്കി 13ാമത്തെ ചോദ്യം തൊട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.